മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ മിക്കവാറും സമയം ചെലവഴിക്കുന്ന പല ആളുകളും ഉണ്ടാകും. മറ്റുള്ളവരുടെ പ്രതീക്ഷകൾക്കൊത്ത് നിലനിൽക്കുവാനും അവരെ നിരാശപ്പെടുത്താതിരിക്കാൻ ശ്രമിക്കുന്നതിനുമിടെ അവർ പലപ്പോഴും അവരെ തന്നെ ബാക്ക് സീറ്റിലോട്ട് തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. ഇന്ന് ജോയൽ ഒസ്റ്റീന്റെ വളരെ അർത്ഥവത്തായി തോന്നിയ, അതുപോലെ നമ്മെ ചിന്തിപ്പിക്കുന്ന വളരെ ഇൻസ്പയറിംഗ് ആയ ഒരു ടോക്കാണ് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. നമ്മളെ തന്നെ ടേക്ക് കെയർ ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഇതിൽ പ്രതിപാദിക്കുന്നു. ജോലിയുടെ ഡിമാൻഡുകൾ: ബോസിനെ പ്ലീസ് ചെയ്യണം, പാർട്ട്ണറിനെ സന്തോഷിപ്പിക്കണം, കുട്ടികളെ വളർത്തുന്ന പ്രഷർ, ഗ്രോസറിയിൽ പോയി സാധനങ്ങൾ വാങ്ങണം, ഭക്ഷണം രുചികരമായി പാകം ചെയ്യണം, സുഖമില്ലാത്ത മാതാപിതാക്കളെ നോക്കണം, ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യണം. എന്നാൽ ആരെയും നിരാശപ്പെടുത്താൻ പാടില്ല. കാരണം അവരെല്ലാം നമ്മളിലാണ് വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത്. ദേ ആർ കൗണ്ടിങ് ഓൺ us. നമ്മളിൽ പലർക്കും ഒരു ഹീറോ മെൻറ്റാലിറ്റിയാണുള്ളത്. ഞാൻ സ്ട്രോങ് ആണ്, എനിക്ക് ഏതൊരു പ്രശ്നത്തെയും തരണം ചെയ്യാൻ സാധിക്കും, പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ഞാൻ വേണം, ഞാൻ ലേറ്റായി കിടന്നാലും സാരമില്ല. നമ്മൾ മറ്റുള്ളവരെ ഹാപ്പിയായി ഇരുത്താൻ വേണ്ടി എല്ലാ നല്ല കാര്യങ്ങളും ചെയ്യും. എന്നാൽ ഈ ഒരു പ്രക്രിയയിൽ നമ്മൾ ഡിപ്ലീറ്റഡ് ആകുന്നു, ക്ഷീണിതരാകുന്നു, നമ്മുടെ ഊർജം ചോർന്നു പോകുന്നു. എന്നാൽ നമ്മൾ നമ്മളെ തന്നെ പ്രയോറിറ്റിയായി കാണേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ആദ്യത്തെ മിഷൻ നമ്മളെ തന്നെ ഹെൽത്തിയായി, ആരോഗ്യമുള്ളവരായി കാക്കുക എന്നതാണ്. നിങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നത് സ്വാർത്ഥതയല്ല. നിങ്ങൾക്ക് റിഫ്രഷ്ഡ് ആകാൻ, ഊർജം വീണ്ടെടുക്കാൻ സമയം വേണം. ഒറ്റയ്ക്ക് സമയം ചിലവഴിക്കാൻ, ചിരിക്കാൻ, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയാത്ത വിധം ബിസി ആകാതിരിക്കുക. ബാലൻസ്ഡായി നിലനിൽക്കുവാൻ ഇവയെല്ലാം ആവശ്യമാണെന്ന് മറക്കാതിരിക്കാം. ചുറ്റുമുള്ളവർ നമ്മിൽ നിന്നും വിഡ്രോവലുകൾ നടത്തുമ്പോൾ നമ്മൾ സ്വയം ഡെപ്പോസിറ്റുകളും നടത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. നിങ്ങൾ മുഴുവൻ സമയം കൊടുക്കുകയും എന്നാൽ സ്വയം നിറയ്ക്കാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ ഡിപ്ലീറ്റഡ് ആയി പോകും. ഊർജം മുഴുവൻ ചോർന്നു പോകും. മറ്റുള്ളവരോട് നല്ലൊരു വ്യക്തിയാകുന്ന നിങ്ങൾ എന്തുകൊണ്ട് സ്വയം അത് കാണിക്കുന്നില്ല? സ്വയം ദയ കാണിക്കുന്നില്ല? എന്തുകൊണ്ട് നിങ്ങൾ ആ ഹീറോ മെന്റാലിറ്റി ഉപേക്ഷിക്കുന്നില്ല? സൂപ്പർ മോം ആകണം, അവർക്ക് വിഷമമാകില്ലേ, അവരെന്തു പറയും എന്നീ ചിന്തകൾ ഉപേക്ഷിക്കുന്നില്ല. നമ്മൾ എത്ര കൊടുക്കുന്നുവോ അത്ര സ്വീകരിക്കുവാൻ ആളുകൾ തയ്യാറാണ്. നിങ്ങൾ 24 മണിക്കൂറും ജോലി ചെയ്യാൻ തയ്യാറാണെങ്കിൽ അവരതിന് അനുവദിക്കും. നിങ്ങൾ ഇമോഷണലി ഡ്രെയിൻഡ് ഔട്ട് ആകുമ്പോൾ, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ നിങ്ങളോട് മാത്രമല്ല ദ്രോഹം ചെയ്യുന്നത്, മറിച്ച് നിങ്ങളുടെ കുടുംബത്തോടും നിങ്ങളുടെ ചുറ്റുമുള്ളവരോടുമുള്ള ഒരു ദ്രോഹമായി അതിനെ കരുതണം. നിങ്ങൾ സ്വയം തീരുമാനമെടുക്കണം. ഞാൻ ചില അഡ്ജസ്റ്റ്മെന്റ്സ് എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പോവുകയാണ്. ഈ ഒരു സുഹൃത്ത് വിളിക്കുമ്പോഴൊക്കെ സഹായത്തിനായി എനിക്ക് ഓടാൻ സാധിക്കുകയില്ല. ന്യായമല്ലാത്ത ഡിമാൻഡുകൾക്ക്, പ്രഷറുകൾക്ക് ഞാൻ വഴങ്ങാൻ പോകുന്നില്ല. ഞാൻ എൻ്റെ മാനസികമായ ആരോഗ്യത്തെ, ഹെൽത്തിനെ ഇനി മുതൽ ശ്രദ്ധിക്കും. ചില കാര്യങ്ങൾക്ക് നോ പറയാൻ ഞാൻ പഠിക്കണം. കാരണം നിങ്ങളെ ആശ്രയിക്കുന്ന ആളുകൾ ഒരുപക്ഷെ അവരുടെ ആവശ്യങ്ങളിൽ നിങ്ങൾ കൂടെ ഉണ്ടായിരിക്കണം, നിങ്ങൾ പെർഫോം ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർ ഒരിക്കലും പ്ലീസ് ടേക്ക് എ ബ്രേക്ക്, അല്പസമയം റെസ്റ്റ് എടുക്കൂ എന്ന് പറയുമെന്ന് പ്രതീക്ഷിക്കരുത്. കുറച്ച് സമയം നിങ്ങളുടെ ജോലികൾ നിങ്ങൾക്ക് പകരം ഞാൻ ചെയ്യാമെന്ന് അവർ പറയുകയില്ല. നിങ്ങളെ കാണാതിരിക്കുന്ന നിമിഷം അവർ ഉടനെ ചോദിക്കും, സൂപ്പർമാൻ നിങ്ങൾ എവിടെയാണ്, എന്താണ് എൻ്റെ സഹായത്തിന് എത്താത്തത് എന്ന്. സൂപ്പർമാനിനും റെസ്റ്റ് വേണം, തിരിച്ച് ബാലൻസിലേക്ക് വരണം എന്നവർ മനസ്സിലാക്കില്ല. നിങ്ങൾ ബ്രേക്ക് എടുത്താൽ ചുറ്റുമുള്ളവർക്ക് അത് ഇഷ്ടപ്പെടണമെന്നുമില്ല. എന്നാൽ നിങ്ങളുടെ ആരോഗ്യം മറ്റുള്ളവരെ എപ്പോഴും ഹാപ്പി ആയിട്ടിരുത്തുന്നതിനേക്കാൾ പ്രധാനമാണ്. അല്പം സമയം പിൻവാങ്ങിയാൽ ചിലർക്ക് കുറ്റബോധമുണ്ടായേക്കാം. ഞാൻ സഹായിക്കേണ്ടതല്ലേ, ഞാൻ നേരം വൈകിയിരിക്കുന്നതല്ലേ എന്നൊക്കെ. എന്നാൽ ടയേർഡ് ആകുമ്പോൾ, ക്ഷീണിതരാകുമ്പോൾ റെസ്റ്റ് എടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഡ്രെയിൻഡ് ഔട്ട് ആകുമ്പോൾ നമ്മൾ എനർജി വീണ്ടെടുക്കേണ്ടത് ആവശ്യമാണ്. ഹാർഡ് വർക്ക് ചെയ്യുന്നതും മറ്റുള്ളവരെ സഹായിക്കുന്നതും എല്ലാം നല്ലതാണ്. എന്നാൽ ബാലൻസ് നിലനിർത്തുന്നത് അതിനേക്കാൾ പ്രധാനമാണ്. മനുഷ്യനെന്ന നിലയിൽ മുഴുവൻ സമയവും ജോലി ചെയ്തുകൊണ്ടിരിക്കുക സാധ്യമല്ല. ചിലപ്പോഴൊക്കെ സോറി, എനിക്ക് എന്നെ തന്നെ ചാർജ് ചെയ്യണം, ഇപ്പോഴത് സാധ്യമല്ല എന്നും പറയാൻ പഠിക്കണം. എനിക്ക് ആരോഗ്യമുണ്ടല്ലോ,
എനിക്ക് എപ്പോഴും ജോലി ചെയ്യാൻ സാധിക്കും, പ്രൊഡക്റ്റീവ് ആവാൻ സാധിക്കും, ഞാൻ ചെറുപ്പമാണ് എന്നൊക്കെ ചിലപ്പോൾ തോന്നിയേക്കാം. എന്നാൽ ബ്രേക്ക് എടുത്തില്ലെങ്കിൽ നമുക്ക് ക്രിയേറ്റീവ് ആകാൻ സാധിക്കുകയില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ പ്രൊഡക്റ്റീവ് ആകാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് കുടുംബത്തിൻ്റെ കൂടെ ഉല്ലസിച്ചോ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ ഏർപ്പെട്ടോ സ്വയം റീചാർജ് ചെയ്യാൻ ശ്രമിക്കാം. ഒറ്റയ്ക്ക് സമയം ചെലവഴിക്കുവാൻ, റിലാക്സ് ചെയ്യുവാൻ സമയം കണ്ടെത്തുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രൊഡക്റ്റീവ് ആകാൻ നമുക്ക് സാധിക്കും. നല്ലൊരു പേരൻ്റ് ആകുവാൻ, നല്ലൊരു സ്പൗസ് ആകുവാൻ, നല്ലൊരു ഫ്രണ്ട് ആകുവാനും മറ്റും നമുക്ക് സാധിക്കും. ഓർത്തിരിക്കേണ്ട കാര്യം, എപ്പോഴും ആവശ്യങ്ങളുണ്ടാകും, ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാകും, നമ്മുടെ ശ്രദ്ധ വേണ്ടവരുണ്ടാകും എന്നത്. എന്നാൽ ബാലൻസിലായിരിക്കുന്നത് പ്രധാനമാണ്. മറ്റുള്ളവരെ സഹായിക്കുന്നതും ഹാർഡ് വർക്ക് ചെയ്യുന്നതുമെല്ലാം ഓക്കെയാണ്. എന്നാൽ സ്വയം ഡിപ്ലീറ്റഡ് ആകുന്നത്, ഊർജം ചോർന്നു പോകുന്ന ഒരു വ്യക്തിയാകുന്നത് ഓക്കെ അല്ല എന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. നിങ്ങൾ മറ്റെല്ലാവർക്കും വേണ്ടിയുണ്ട്, എന്നാൽ നിങ്ങൾക്ക് വേണ്ടി മാത്രമില്ല എന്നത് ശരിയല്ല. എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന നല്ല ട്രീറ്റ്മെന്റ് സ്വയം കൊടുക്കാൻ നിങ്ങൾ തയ്യാറാകുന്നില്ല? നിങ്ങൾ മക്കളെ, ഫാമിലിയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. എന്നാൽ സൂപ്പർമാനോ സൂപ്പർ വുമനോ ആകേണ്ട കാര്യമില്ല. പിന്നീട് കഴിഞ്ഞുപോയ നാളുകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ആ നാളുകൾ ഞാൻ ആസ്വദിച്ചില്ലല്ലോ എന്ന് ചിന്തിക്കാൻ ഇടയാകരുത്. അതുകൊണ്ട് ദിവസവും നിങ്ങൾക്ക് ഊർജം പകരുന്ന, സന്തോഷം നൽകുന്ന കാര്യങ്ങളിൽ ഏർപ്പെടാൻ സമയം മാറ്റിവെക്കുക. അതിനായി ചിലപ്പോഴൊക്കെ നോ പറയേണ്ടതായി വരും, ചിലരെയൊക്കെ നിരാശപ്പെടുത്തേണ്ടതായി വരും. ചിലപ്പോൾ ഒരു പക്ഷേ നമ്മളത് ആസ്വദിക്കുന്നുണ്ടാവും. അതിനാൽ നമ്മുടെ ആരോഗ്യത്തിന് അതുമൂലമുണ്ടാകുന്ന നഷ്ടം നമ്മൾ ശ്രദ്ധിച്ചെന്ന് വരില്ല. അതിനാൽ മനഃപൂർവ്വം നമുക്ക് വേണ്ടി കുറച്ചു സമയമെങ്കിലും മാറ്റിവെക്കാൻ ശ്രദ്ധിക്കണം. ഇത് സ്വാർത്ഥതയായി കരുതേണ്ടതില്ല. ഒരു ബാലൻസ്ഡായ ജീവിതത്തിന് വേണ്ടിയാണെന്ന് കരുതിയാൽ മതി. നിങ്ങൾ സഹായിക്കുന്ന പലരും നിങ്ങൾക്കൊരാവശ്യം വരുമ്പോൾ അരികിലുണ്ടാകണമെന്നില്ല. അവർ ബിസി ആയിരിക്കും, മറ്റവസരങ്ങളുടെ പിന്നാലെയായിരിക്കും അവർ. തീർച്ചയായും മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യണം, അവർക്ക് സഹായമായിരിക്കണം. എന്നാൽ നമ്മുടെ ലിമിറ്റ്സ്, പരിധികൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. ഓസ്റ്റീൻ തന്റെ സുഹൃത്തിനെ കുറിച്ച് ഓർക്കുന്നു. വളരെ സക്സസ്ഫുൾ ആയ ഒരു പാസ്റ്ററായിരുന്നു അദ്ദേഹം. ലോകമെമ്പാടും ചുറ്റി സഞ്ചരിച്ച് ആളുകളെ സഹായിച്ച് വലിയ ഇവന്റുകളിൽ സംസാരിച്ച്. എന്നാൽ അദ്ദേഹം തന്റെ പ്രവർത്തനങ്ങളിൽ അത്രയധികം വ്യാപൃതനായിരുന്നതിനാൽ സ്വന്തം ആരോഗ്യത്തിൽ മാത്രം ശ്രദ്ധ കൊടുക്കാൻ സമയം കണ്ടെത്തിയില്ല. താൻ വളരെ ഡ്രെയിൻഡ് ഔട്ട് ആണ്, ഡിപ്ലീറ്റഡ് ആണ് എന്ന് മനസ്സിലാക്കിയെങ്കിലും അദ്ദേഹം റെസ്റ്റ് എടുക്കാൻ, റിലാക്സ് ചെയ്യാൻ സ്വയം സമയം കണ്ടെത്തിയില്ല. ഡെപ്പോസിറ്റുകളൊന്നും കൂടാതെ എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കാൻ ആർക്കും സാധിക്കുകയില്ല. ഒരിക്കൽ 18 മണിക്കൂർ വിമാനത്തിൽ യാത്ര ചെയ്ത് അദ്ദേഹം മറ്റൊരു ഇവന്റിനായി ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേർന്നു. അദ്ദേഹം വളരെ ടയേർഡായിരുന്നു, എക്സോസ്റ്റഡ് ആയിരുന്നു. അടുത്ത ദിവസം വൈകിട്ട് മറ്റൊരിടത്ത് യാത്ര ചെയ്യണം, ഒരു പ്രോഗ്രാമിന് പങ്കെടുക്കുകയും വേണം. ഇവ ചെയ്യുവാൻ അദ്ദേഹത്തിന്റെ ആരോഗ്യം അദ്ദേഹത്തെ സമ്മതിക്കുകയില്ല എന്നറിയാമായിരുന്നിട്ടും വാക്ക് പാലിക്കാനായി, കമ്മിറ്റ്മെന്റ് കീപ്പ് ചെയ്യാനായി അദ്ദേഹം വീണ്ടും ഫ്ലൈറ്റിൽ കയറി. എന്നാൽ പിന്നീട് ഒരിക്കലും അദ്ദേഹത്തിന് തന്റെ പ്രവർത്തനങ്ങൾ തുടരുവാൻ സാധിച്ചില്ല. അദ്ദേഹത്തിന് സ്ട്രോക്ക് ഉണ്ടായി. സംസാരശേഷിയും ചലനശേഷിയും നഷ്ടപ്പെട്ടു. നമ്മളെ തന്നെ ടേക്ക് കെയർ ചെയ്യാതിരിക്കുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ ഒരു ഫേവറും ചെയ്യുകയാണ്, വലിയ കാര്യം ചെയ്യുകയാണെന്ന് കരുതരുത്. നിങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന വിധത്തിൽ കമ്മിറ്റ്മെന്റ്സ് എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഓരോ അവസരങ്ങൾ കിട്ടുമ്പോൾ അവ നമ്മുടെ ഷെഡ്യൂളിലേക്ക് ചേർത്ത് പോകുന്നതിനൊപ്പം ചില കാര്യങ്ങൾ ഡ്രോപ്പ് ചെയ്യാനും വേണ്ടെന്ന് വെക്കാനും നമ്മൾ പഠിക്കണം. നല്ല ഉദ്ദേശത്തോടെയാണ് നമ്മൾ പലതും ചെയ്യുന്നതെങ്കിലും അത് അധികമാകാം. നമുക്കെല്ലാവർക്കും എണ്ണ നൽകപ്പെട്ടിട്ടുണ്ട്, നമ്മുടെ വെളിച്ചത്തെ കത്തുന്നതായി നിലനിർത്താനായി. നിങ്ങളുടെ വെളിച്ചം കെട്ടുപോയാൽ മറ്റുള്ളവരെ സഹായിക്കുക സാധ്യമല്ല. അതുകൊണ്ട് ടേക്ക് കെയർ ഓഫ് യുവർ ടെമ്പിൾ, ഫിസിക്കലി, സ്പിരിച്വലി ആൻഡ് ഇമോഷണലി. ആരോഗ്യത്തെ നിലനിർത്തുന്നതാണ് നഷ്ടപ്പെട്ട ആരോഗ്യത്തെ വീണ്ടെടുക്കുന്നതിനേക്കാൾ എളുപ്പമെന്ന് ഓർത്തിരിക്കാം. നിങ്ങൾക്ക് ഈ ലോകത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സോ കീപ് യുവർ ലൈറ്റ് ബേണിംഗ്. ബി ഗുഡ് ടു യു.